ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര ഗുണ്ടൽപേട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമവൽസ്വാമി ടെമ്പിളിലേക്കാണ്. മലപ്പുറം വഴി യാത്ര ചെയ്യുന്നവർക്ക് വഴിക്കടവ് നാടുകാണി ചുരം കയറി ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ അകത്തൂടെ വേണം ഗുണ്ടൽപേട്ട് എത്താൻ. ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അകത്ത് ബൈക്ക് ഓടിക്കുന്നവർക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ വന്യമൃഗങ്ങളെല്ലാം കണ്ട് നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നല്ല ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ടുള്ള നല്ലൊരു യാത്രയാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അകത്തോട്ടുള്ളത്. പിന്നെ ഈ യാത്രയിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെറ്റന്മാറിന് 15 വയസ്സ് തികഞ്ഞു. അപ്പോൾ അവൻ്റെ റിന്യൂവലെല്ലാം എടുത്തിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ലോങ് റൈഡായിരുന്നു ഇത്. ഗുണ്ടൽപേട്ട് എത്തിയ ഉടനെ തന്നെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. മല്ലികയും ജമന്തിയും സൂര്യകാന്തി പൂക്കളും എല്ലാം നിറഞ്ഞ് നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് ഗുണ്ടൽപേട്ട് റോഡിൻ്റെ 2 ഭാഗങ്ങളായിട്ട് കാണുന്നത്. അവിടുത്തെ തനതായ കൃഷികളും കൃഷി രീതികളും എല്ലാം കണ്ടുകൊണ്ട് റോഡ് സൈഡിലൂടെ റോഡിൻ്റെ 2 ഭാഗങ്ങളിലും ഇതുപോലുള്ള കാഴ്ചകളെല്ലാം കാണാൻ കഴിയും. ഈ ബസ്സിൽ വേണം നമ്മൾ ഹിമവൽസ്വാമി ടെമ്പിളിലേക്ക് എത്താൻ. ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4770 അടി ഉയരത്തിലുള്ള അമ്പലമായതുകൊണ്ട് തന്നെ അവിടെ എല്ലാ സമയത്തും ഇതുപോലത്തെ കാഴ്ചകളാണ്. കോടമഞ്ഞും നല്ല കാറ്റും നല്ല ക്ലൈമറ്റാണ്. എപ്പോഴും ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അവിടെ വരുന്ന സഞ്ചാരികൾക്കും ഭക്തർക്കെല്ലാം അവിടുന്ന് ഒരു പ്രസാദം ബിസി ബേഡാബാത്ത് എന്ന് പറയുന്ന ഒരു റൈസ് അവിടുന്ന് കിട്ടും. നമ്മുടെ നാട്ടിലെ സാമ്പാറും ചോറും മിക്സ് ചെയ്തിട്ടുള്ളതും ഒരു പായസവും. അത് ആ കുന്നിൻ്റെ മുകളിലിരുന്ന് ഈ കോടമഞ്ഞത്ത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ്. അവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മലപ്പുറം, കോഴിക്കോട്, വയനാടൊക്കെ ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ്. മസ്റ്റായിട്ടൊന്ന് പോയി കണ്ടു നോക്കൂ.